നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മൾ കർത്താവ് നമ്മളോട് പറയുന്നത്, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. അവിടെ ഒരു വലിയ വ്യത്യാസമാണ് അത്. ആ മക്കളും രണ്ടും മക്കളാ, പക്ഷെ ഒരാള് മക്കളിൽ ഉൾപ്പെടും, മറ്റൊരാള് പ്രിയ മക്കളിൽ ഉൾപ്പെടും. അപ്പോ ഈ പ്രിയമക്കൾ എങ്ങനെയാ? പ്രിയമക്കള് എപ്പോഴും അപ്പന്റെ ഹൃദയം അറിഞ്ഞിട്ട് അതനുസരിച്ച് അപ്പൻ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ ആ മകൻ ഇടപെടും. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്താണ്? കർത്താവിന്റെ കാര്യത്തില്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രിയമക്കളാകണം. കർത്താവിനെ അത്രമാത്രം സ്നേഹിക്കണം. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മകന് എങ്ങനെ ആ അപ്പന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മൾ കർത്താവിനെ അനുകരിക്കാനാണ് പറയുന്നത്. നമുക്ക് അനുകരിക്കാൻ നല്ല ഒരു മാതൃക തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്ത്യാനികൾക്ക് അനുകരിക്കാനായിട്ട് ഒരു മാതൃക, കർത്താവ് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നമ്മളുടെ ഈ കർത്താവിന്റെ ഇഹലോക ജീവിതത്തില് അവൻ എന്താ ചെയ്തത്? നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് അവൻ പോയി. ഞാന് പിതാവാം ദൈവത്തിന്റെ സ്വന്തം പുത്രനാണ്. ആ സ്വന്തം പുത്രനായ ഞാൻ എന്ത് ചെയ്തു? അവൻ ചെയ്തത് പിതാവിനോടുള്ള ആ സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം. അതാണ് അവന് ഇഷ്ടം. എന്നാൽ അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഈ താഴ്ന്ന ലോകത്തിലേക്ക്, സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഒരാൾക്ക് ഈ ലോകത്തിൽ വന്ന് ജീവിക്കാൻ ഒക്കത്തില്ല. അത്ര മോശമാണ് ലോകത്തിലെ അവസ്ഥ. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് താഴെ വന്നു, ഈ ലോകത്തിൽ വന്നിട്ട് ഈ പാപികൾ, അവനെതിരായി നിൽക്കുന്ന ആൾക്കാരെ അവൻ സ്നേഹിച്ചു. സ്നേഹിക്കുന്നവരെ നമ്മളൊക്കെ സ്നേഹിച്ചെന്നിരിക്കും. എന്നാ നമ്മളെ വെറുക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുവോ? നമ്മളെ കൊണ്ട് പറ്റുമോ? അവനെ വെറുക്കുന്നവരെയും സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? ജീവൻ കൊടുത്ത്. അവിടെ ഒരു കുറവൊന്നും കാണിച്ചില്ല. അവന്റെ ജീവൻ തന്ന് അവന്റെ ശത്രുക്കളെയും അവൻ സ്നേഹിച്ചു. എന്നിട്ട് നമ്മളോട് പറയുകയാണ് നമ്മള് അവനെ അനുകരിക്കാൻ. നമ്മളോട് പറയുന്നത് ദൈവത്തെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്തുവാ? ക്രിസ്തുവും നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയും വഴിപാടുമായി അർപ്പിച്ചതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അത് ഒരു വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പ്രയാസമാണ്. കാരണം നമ്മളില് സ്നേഹത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ ഉള്ളൂ. എവിടോ ഒരു അല്പം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ യേശുക്രിസ്തു പിതാവാം ദൈവത്തെ സ്നേഹിച്ചതുപോലെ, അനുസരിച്ചതുപോലെ നമ്മളും ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുക. അവൻ സൗരഭ്യവാസനയായി വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ നമ്മൾ സ്നേഹത്തിൽ നടത്തും. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ നടക്കണം.
ഇത് അതിൽ നമ്മൾ വളർന്നു വരണമെന്ന് തന്നെയാണ് ഇത് നമ്മൾ കേട്ടത്. അതിൽ കുറയരുത്. അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മളൊരു ഒരു 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 ലക്ഷ്യം വെക്കണം. ഒരു ലക്ഷ്യം വെക്കണം. ആ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ച സ്നേഹം. യേശുക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചു, എത്രമാത്രം സ്നേഹിച്ചു, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചിട്ട് അതുപോലെ ആ ലക്ഷ്യം പിന്നെ ഇപ്പം മെഡിസിൻ അഡ്മിഷൻ വാങ്ങിക്കണം, മെഡിസിൻ പഠിക്കണം. ഇന്ന് പല പിള്ളേരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മെഡിസിൻ അഡ്മിഷൻ വാങ്ങിക്കുന്നതിന്, മെഡിസിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി രാവും പകലും കഷ്ടപ്പെടും. ഉറക്കളിക്കുകയാണെങ്കിൽ ഉറക്കളിക്കുക, ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്യും. ആ എല്ലാ കാര്യവും ചെയ്ത് അതിൻ്റെ ആ ലക്ഷ്യം അത് നേടും. അതുപോലെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം അവിടെ സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പോൾ അവിടെ വഴിപാട് നടക്കുന്നുണ്ട്, യാഗം നടക്കുന്നുണ്ട്. അത് എങ്ങനെയുള്ളതാ? വാസന പുറപ്പെടുവിക്കുന്നതാണ്, സൗരഭ്യവാസന പുറപ്പെടുവിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോ നമുക്ക് ലക്ഷ്യമുണ്ടോ? നിശ്ചയമായിട്ടും നമുക്ക് ലക്ഷ്യമുണ്ട്. ഇതാണ് യേശുവിന്റെ അതേ സ്നേഹം, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്നേഹത്തിൽ നടപ്പാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്തുവാ? നമ്മള് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. യേശു ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ അത് പ്രാപിക്കണോ വേണ്ടായോ? നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ അത് പ്രാപിക്കണം. ആ പ്രാപിക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ആഗ്രഹം. അപ്പോൾ അതിന് യേശു ചെയ്തതുപോലെ നമ്മളും ചെയ്യാനാണ് നമ്മൾ ഇന്ന് കേൾപ്പിച്ചത്. അപ്പോ ലോകത്തിലെ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ മാറ്റിവെക്കുന്നതല്ല. നമ്മൾ ആ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറ്റൈൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ മുമ്പിലുള്ള ആ ലക്ഷ്യം അത് എത്തണം. അതെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ മാറ്റിവെക്കണോ അത് മാറ്റിവെക്കാനും, പിന്നെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ അത് ചെയ്യാനും. അല്ല, കുറെ കാര്യങ്ങൾ മാറ്റിവെച്ചതുകൊണ്ട് നമ്മളാകുന്നില്ല. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് ചെയ്യാനും നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കണം. യേശുവിന്റെ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് നമുക്ക് സത്യമായതൊക്കെയും, പിന്നെ ഘനമായതൊക്കെയും, പിന്നെ നിർമ്മലമായതൊക്കെയും, പിന്നെ രമ്യമായതൊക്കെയും,
പിന്നെ സൽകീർത്തിയായതൊക്കെയും സൽഗുണമായതൊക്കെയും, ഇങ്ങനെ ഈ ഓരോ ഓരോ സ്റ്റെപ്പ് കയറി 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 നമുക്ക് ആ ആ ലക്ഷ്യത്തിൽ നമുക്കെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? യേശു ജീവിച്ചതുപോലെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം. യേശു ജീവിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ട് അതുപോലെ നാം ജീവിക്കാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കണം. അപ്പോ കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ എത്തിച്ചേരും. നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്ത് തന്നെ നമുക്ക് എത്തണം. കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അവന് അനേക ശിഷ്യന്മാരുണ്ടാകണമെന്നുള്ളതാണ്. അവൻ പോയതുപോലെ പോകുന്ന അനേക ശിഷ്യന്മാരുണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ കർത്താവിന്റെ ശിഷ്യനായി തീരണം. ശിഷ്യനാകുന്നവൻ ഗുരുവിനെ നോക്കണം. ഗുരു എങ്ങനെ ജീവിച്ചോ, ഗുരു നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വരുമ്പോൾ ഈ കാര്യത്തിൽ ഗുരു എന്താ ചെയ്തത്, അത് നമുക്കും ചെയ്യണം. അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മൾ നമ്മളെ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായിരിക്കും. യേശുവിനെ നോക്കുക, അവന്റെ ഫുഡ് സ്റ്റെപ്സ് നോക്കുക, നമ്മൾ പോകേണ്ട സ്റ്റെപ്പ് നമ്മൾ നോക്കുക. നമുക്ക് യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? അവിടെ യേശുവിന്റെ പാദം എങ്ങനെ വെക്കുമായിരുന്നു? അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ അങ്ങനെ പാദം വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പാദം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ യേശു ജീവിച്ചതുപോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. പ്രയാസമുണ്ട്, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യാനും ഉണ്ട്. പക്ഷേ നമുക്ക് അത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പറ്റാത്ത ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരന്മാരെ എല്ലാം ഉത്സാഹിപ്പിക്കുന്നു. നമുക്ക് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. അങ്ങനെ ക്രമപ്പെടുത്തി ജയിക്കുന്ന ജയാളിയായി തീരാനായിട്ട്, തോറ്റ് പുറകോട്ട് പോകുന്നവരല്ല, ജയിക്കുന്ന ജയാളിയായി തീരുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാൻ ഇടയായി തീരട്ടെ. ദൈവം നമ്മോട് സംസാരിക്കേണ്ട വചനത്തിനാണ് നന്ദി പറയുന്നു. നമ്മുടെ വ്യക്തി ജീവിതമായിട്ട് ഏറ്റവും അടുത്തിടക്കുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മളോട് സംസാരിച്ചു, നമ്മൾ കേട്ട പോലെ. ആകയാൽ പ്രിയമക്കൾ എന്നപോലെ ദൈവത്തെ അനുകരിക്കുക. എന്താ നമ്മള് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ വളരെ നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് ഈ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പം എനിക്കെങ്ങനെ ദൈവത്തെ അനുകരിക്കാനായിട്ട് കഴിയും? ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എത്ര കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. എന്നോട് പറയുകയാണ് ദൈവത്തെ അനുസരിച്ച്. കാര്യം ഞാൻ ജേക്കബ് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വലിയ ഉറപ്പിലാണ് ദൈവം നമ്മളോട് ഈ കാര്യം സംസാരിക്കാൻ. ഇങ്ങനെ ഓർക്കുമായിരുന്നു ഈ ടൈറ്റസ് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത, ഞാൻ ഒരു വാക്യം, തീത്തോസിലൊരു വാക്യം ഉണ്ടല്ലോ, തീത്തോസ് 1:1 വാക്യത്തില് ഭോഷ്കില്ലാത്ത ദൈവം. ഇംഗ്ലീഷിലുള്ള അതിന്റെ വാക്ക് കുറച്ചുകൂടെ എനിക്ക് സന്തോഷം
എ ഗോഡ് ഹു കനോട്ട് ലൈ. ശ്രമിച്ചാൽ, അല്ലേ, ഗോഡ് ഹു കനോട്ട് ലൈ എന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ കഴിവില്ലാത്തവനായിട്ടുള്ള ദൈവം. ഹി കനോട്ട് സേ ലൈ എന്ന് പറഞ്ഞു. എത്ര ശ്രമിച്ചാലും കള്ളം പറയാൻ പറ്റത്തില്ല. നമ്മളോട് ദൈവം പറയുന്ന പ്രോമിസുകൾ, നമ്മളോട് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ, അത് നമ്മൾക്ക് വേണ്ടി നമ്മളെ ഉദ്ദേശിച്ച് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ കേട്ട പോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിനടുത്ത് സാധ്യമായി തീരേണ്ട പല കാര്യങ്ങളെ പറ്റിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അവിടെയൊക്കെയാണ് ഞാൻ യേശുവിനെ അനുകരിക്കേണ്ടത്. അത് എങ്ങനെയാന്ന് ചോദിച്ചാല്, യേശു ഒരു മാതൃകയായിരുന്നു. കർത്താവ് അവിടെ യേശു എന്തോ ചെയ്തു എന്ന് ചോദിച്ചാൽ, കർത്താവ് അവിടെ ഒരു വഴിപാട് യാഗവുമായി തന്നെത്താൻ അർപ്പിച്ചതുപോലെ. ഇപ്പം നമ്മൾ തുടർമാനമായിട്ട് CFC സഭകളിൽ കേൾക്കുന്ന പോലെ നമ്മളെ തന്നെ, ഇംഗ്ലീഷിൽ അത് ഗേവ് ഹിംസെൽഫ് അപ്പ് എന്ന് പറഞ്ഞ പോലെ, എന്നെ തന്നെ എന്റെ ഇഷ്ടങ്ങളോട് ഞാൻ തൽക്കാലം ആരുമല്ല, ഞാൻ ഇവിടെ ഒന്ന് താഴാം, ഞാനൊരു സ്റ്റെപ്പ് എടുക്കാം, പണ്ട് ജോസ് ബഹർ നെല്ലിപ്പോൽ ജോസ് ബഹർ ഈ ഒരു കാര്യം, ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി സംസാരിച്ച സമയത്ത്, ഭാര്യയും ഭർത്താവും തമ്മിൽ അല്പം ചെറിയ പ്രശ്നം തെളിയിക്കുന്ന സമയത്ത്, ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് പുട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലവ്, ഒരു സ്നേഹത്തിന്റെ ഒരു ചുവട് വെക്കുക, കോൾ ഹെർ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ മനസ്സിൽ അത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ ഓർത്തു. ഞാൻ ആ ഒരു കാര്യം പ്രായോഗികമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ദാറ്റ് വാസ് റിയലി സക്സസ്ഫുൾ. കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ഒരു കാര്യം, ഒരാളിനെ ഒരു കാര്യത്തിൽ അല്പം എടർച്ചയുണ്ട്, ഒരു ചെറിയ പ്രയാസമുള്ള സമയത്ത് സ്നേഹത്തിന്റെ ഒരു ചുവട് വയ്ക്കാനായിട്ട് ദൈവം നമ്മളോട് വെക്കുക. അങ്ങനെയാണ് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ കാൽവറിയിൽ യേശു ഒരു സ്നേഹത്തിന്റെ ഒരു ചുവട് വെച്ചില്ലായിരുന്നെങ്കിൽ, രാവിലെ മുല്ല സന്ദീപ് പറഞ്ഞ പോലെ, ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ദൈവം നമ്മളെ തേടി വന്ന് നമ്മളെ തോളിലെടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിൽ ആരും തന്നെ ഇവിടെ ഒരു കാണത്തേയില്ലായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ കർത്താവ് ഇവിടെ ചെറിയൊരു കാര്യമാണ്. അല്പം പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ, അല്പം ഒരു മേഘാവൃതമായ സിറ്റുവേഷനിൽ ഒന്ന് ഫോൺ ചെയ്താൽ ചിലപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബുദ്ധിപരമായ വലിയ തിയോളജിയൊക്കെ ആലോചിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് എന്നാൽ സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് വയ്ക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഞാൻ ആ കാര്യം എന്റെ ജീവിതത്തിൽ സത്യമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ ജീവിതത്തിനോട്, എന്റെ ലൈഫിന് ചുറ്റും കാണുമ്പോൾ ആ വിഷയത്തിൽ ദൈവം മാനസാന്തരപ്പെടാനായിട്ട് ദൈവം വീണ്ടും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പിന്നെ നമ്മൾ ചിന്തയുമായിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡു ഇറ്റ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, ദൈവനാമത്വത്തിനായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെറുതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പലപ്പോഴും സന്ദീപ് പറഞ്ഞപ്പം നമ്മൾ ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഫുള്ളി അങ്ങ് തല്ലി അലച്ച്, മലയാളത്തിൽ പറഞ്ഞ പോലെ അങ്ങ് തല്ലി അലച്ച് എങ്ങനെയും ഇത് നടത്തി കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനപ്പുറത്ത് കർത്താവേ, ഇത് അവിടുത്തെ നാമം ഇതിലൂടെ മഹത്വപ്പെടണം എന്നുള്ള ചിന്തയിൽ ദൈവം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്, ഞാൻ ആ കാര്യത്തിലും ഓർത്ത് മാനസാന്തരപ്പെടാനായിട്ട് അപ്രകാരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫൈനലി ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം ബുധനാഴ്ചത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഈ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്നെ ഒത്തിരി സഹായിച്ച ഒരു വാക്യമായിരുന്നു യെശയ്യാ പ്രവചനത്തിന്റെ 43-ാമത്തെ വാക്യം. യെശയ്യാവ് 43:18-19 വായിച്ച സമയത്ത് അതെനിക്ക് ഒത്തിരി സഹായമായിട്ട് വന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇംഗ്ലീഷിലായി ശരിക്കൂടെ, ഡു നോട്ട് കോൾ ടു മൈൻഡ് ദ ഫോമർ തിങ്സ് ഓർ പോണ്ടർ തിങ്സ് ഓഫ് പാസ്റ്റ്. ഞാൻ ഈ പല സമയങ്ങളിലും ഈ പറഞ്ഞ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. പലപ്പോഴും ഈ യൂസ്ലെസ്, വളരെ ഒരു പ്രയോജനവും ഇല്ലാത്ത പല കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പല സമയങ്ങളിൽ എന്റെ മനസ്സിൽ വന്നെങ്കിലും, അന്നൊരു വലിയൊരു ആവശ്യം ദൈവം എന്റെ
എന്നോട് വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ ഓർക്കുന്നു. വളരെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പോണ്ടർ ചെയ്ത് പോകുമ്പോഴാണ് പലതും യൂസ്ലെസ്. അതിനുശേഷമാണ് അതുപോലെ പറഞ്ഞ പോലെ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ഒരു ആർട്ടിക്കിൾ, ഒരു പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട്, ഒരു പേജ് വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനേക്കാൾ എത്ര പ്രയോജനമായ. അപ്പൊ അതിന് ശേഷം അതുപോലെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇത് കൊണ്ടിരുന്നതല്ല. എന്നാൽ സന്ദീപർ അന്ന് പറഞ്ഞ പോലെ അന്ന് പ്രോമിസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, കഥാവ് സകലത്തെയും പുതുതാക്കുന്നു. റിയലി ബ്ലസ്. ആ ഒരു വചനം എന്റെ കുറെ ദിവസങ്ങൾ എന്റെ മനസ്സിൽ കൂടെ വീണ്ടും പോകാനിടയായി തീർന്നു. ഇന്നും ദൈവം നമ്മളോട് പറയുന്നത്, ഇതിനെയെല്ലാം മാറ്റി ഈ പഴയ കാര്യങ്ങളെല്ലാം നീ വിട്ടുകളയുക, കർത്താവ് സകലത്തെയും പുതുതാക്കുന്ന. ഇന്ന് നമ്മളോട് പറയുമ്പോൾ ദൈവം പറയുന്നത് ഗോഡ് ക്യാൻ മേക്ക് എവറിത്തിങ് ന്യൂ. ഇന്ന് നമ്മൾ പല കാര്യങ്ങളെ പറ്റി ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നീ പഴയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഭാരപ്പെടേണ്ട. ഗോഡ് ക്യാൻ മേക്ക് എവറിത്തിങ് ന്യൂ. കർത്താവിന് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ആരംഭം നമ്മളിൽ ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും. ആ ഒരു വലിയ പ്രതീക്ഷയോടെ ദൈവമായിരിക്കും നമ്മളോട് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കർത്താവിനെ പിൻപറ്റാനും, കർത്താവിനെ ഫോളോ ചെയ്യാൻ, കർത്താവിനെ അനുകരിക്കാനുമായിട്ടുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്രകാരം ഒരു ജീവിതം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സഹായം. ഈ ലോകത്തിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്നാണ് ഇന്ന് പറഞ്ഞത്. യേശു ജീവിച്ച പോലെ ജീവിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ജീവിച്ച പോലെ ജീവിക്കാനായിട്ടെന്ന് പറയുമ്പം പിതാവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് നാം പ്രിയ മക്കളെ പോലെ പിതാവിനെ അനുഗമിക്കണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. ഓരോ കാര്യത്തിലും നമ്മൾ വേറെ പറഞ്ഞത്, അത്യല്പത്തിൽ വിശ്വസനായിരിക്കുന്നവൻ അധികത്തിലും വിചാരണാക്കും എന്ന് പറഞ്ഞത്. അത്യല്പത്തിൽ വിശ്വസനായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആസ്പെക്റ്റിലും, ഓരോ മുറികളിലും യേശുവിനെ പ്രവേശിപ്പിക്കണം. യേശുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. 100% യേശുവിനെ സ്നേഹിക്കണം. പിന്നെ പറഞ്ഞ കാര്യം, മരുപ്രദേശത്തൊരു നദികളും മരുഭൂമിയിൽ ഒരു വഴിയും അവൻ തുറന്നു തരും. ആരും നിരാശപ്പെടേണ്ട. എല്ലാവരും കർത്താവ് നമുക്കുണ്ട്. അവൻ നമുക്കുണ്ട്. അവനെ നമുക്ക് പിൻപറ്റാം. കർത്താവിന് സ്തോത്രം. കേൾപ്പിച്ച ഒത്തിരി നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. എത്രമാത്രം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് വായിച്ചത്. കർത്താവിനോടുകൂടി നടക്കുക. കർത്താവ് എൻ്റെ കൂടെ നടക്കാനല്ല പറയുന്നത്, കർത്താവിനോടുകൂടി ഞാൻ നടക്കണം. അതിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടത്. ഞാൻ ഓർമ്മ വന്ന ഒരു വാക്യമാണ്, ഡെത്ത് ഇൻ മീ, ലൈഫ് ഇൻ യു. അതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലെങ്കിലും somewhere in Corinthians എന്നാണ് സംഗതി. വാക്യം ഇതാണ്, ഡെത്ത് ഇൻ മീ, ലൈഫ് ഇൻ യു. എൻ്റെ സ്വന്തം എൻ്റെ ഈഗോയെ ഞാൻ മരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ഭംഗിവാക്കായി പറയും. അത് കള്ളത്തരമായിരിക്കും. വൺ ഡേ ഐ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അന്നേരം ഞാൻ എല്ലാത്തിനും കണക്ക് പറയേണ്ടതായിട്ട് വരും. ഞാനിത് കഴിഞ്ഞ ദിവസം ഈ നെബൂഖദ്നേസറിന്റെ കാര്യം ആണോ എന്നറിയത്തില്ല. ഏത് രാജാവാണ് ത്രാസിൽ തൂക്കിയ അവസരത്തിൽ കുറവായിട്ട് വന്നത്? ഏതാ പറയാൻ പറ്റുമോ? അത് യു ആർ ബീയിങ് വെയ്ഡ് ഇൻ ദ ബാലൻസ് ആൻഡ് ഫൗണ്ട് വാണ്ടിങ്. ദാരിയസ് ആണെന്ന് തോന്നുന്നു. അതെ, അത് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവനായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് വായിച്ചതെന്ന് പറയുന്നത് therefore 5:1 എഫേസ്യ ലേഖനം 5:1 therefore be imitators of God as dear children. സൗരം പറഞ്ഞ പോലെ therefore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പിലുള്ളതായ ചില സംഗതികളുണ്ട്. 4-ാമത്തെ അധ്യായം 17 മുതലുള്ളതായ 32 വരെ വാക്യങ്ങളിനകത്ത് എല്ലാം ചില സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്നോടെ നമുക്ക് ശുദ്ധീകരണം പ്രാപിച്ച് ഈ കർത്താവിനോടുകൂടെ നടക്കുന്നതിന് വേണ്ടി കർത്താവ് സഹായിക്കുമല്ലോ.
അതുപോലെ തന്നെ എൻ്റെ കൊട്ടേഷൻ ആയിരുന്നു ഇന്ന് ഇവിടെ വായിച്ചത്. ഇതിനു മുമ്പ് ഒരു സഹോദരി ഈ വാക്യം പറഞ്ഞാൽ, യു ക്യാൻ ഗിവ് വിത്തൗട്ട് ലവിങ് ബട്ട് യു കനോട്ട് ലവ് വിത്തൗട്ട് ഗിവിങ്. എന്തെങ്കിലും കൊടുക്കാം, പക്ഷേ സ്നേഹത്തോടു കൂടി കൊടുക്കണമെന്ന് ഉള്ളതൊരു സംഗതി സത്യമാണ്. പക്ഷേ യു കനോട്ട് ലവ് വിതൗട്ട് ഗിവിങ്, അതും ശരിയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ പ്രവാസകാലം ഭക്തിയോടുകൂടി കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഷുഡ് നോട്ട് ബിക്കം അൺഫ്രൂട്ട്ഫുൾ ലൈഫ്. May God help me. Praise Lord. ഇന്ന് കേൾപ്പിച്ച വചനം എനിക്ക് വളരെയധികം ഉത്സാഹമായിരുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാര്യം ഞാൻ ഹൃദയത്തിലൊക്കെ ഇങ്ങനെ ഒരു ചില കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം മാത്രം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു തന്നെ, പ്രാക്ടിക്കൽ ലൈഫിൽ എന്ന് പറയുമ്പോൾ സെക്യുലർ ലൈഫ് എന്ന് പറഞ്ഞ ഒന്നും, അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രണ്ട് കാര്യങ്ങളായിട്ടല്ല. അത് അതായത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റും അല്ലെങ്കിൽ പല പല സെറ്റുകളെ കുറിച്ച് പഠിപ്പിക്കും. യൂണിവേഴ്സൽ സെറ്റ്, സബ്സെറ്റ് എന്ന് പറഞ്ഞു പറയും. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള പല സബ്സെറ്റ് പോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വീട്ടില്, ചർച്ചില്. അങ്ങനെയല്ല. ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ദൈവം ബോധിപ്പിക്കുന്നു, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ മെയിൻ സെറ്റ് തന്നെ നമ്മുടെ അതിനകത്തുള്ള ചെറിയ ചെറിയ സബ്സെറ്റുകളാണ് ഇതൊക്കെ. നമ്മൾ പലപ്പോഴും നമ്മുടെ സബ്സെറ്റ് പോലെ ആയിട്ടാണ് നിൽക്കണത് എപ്പോഴും ഈ ക്രിസ്ത്യൻ ലൈഫൊക്കെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാനിന്ന് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വാക്യം തന്നെ ബാക്ക്ബേണിൻ്റെ ഒരു മെസ്സേജ് അയക്കുമായിരുന്നു. ആ കാര്യം വളരെ ആഴ്ചകളായിട്ട് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. ഞാനത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിൽ. ആ വാക്യം തന്നെ വേറെ പറഞ്ഞു. കാരണം നമുക്കിത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ കർത്താവിൻ്റെ ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ ഒരു വളരെ അങ്ങനെയല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് വേറെ പറഞ്ഞൊരു വാക്യം ഇതായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഹൃദയത്തിലുള്ള വാക്യം. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പും ഇവിടെ വായിച്ച വാക്യം തന്നെയാണ്. യോഹന്നാൻ 15 4 വാക്യം, എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിൽ വസിക്കും, മുന്തിരി ചെടിയിൽ വസിക്കാതെ കൊമ്പിന് സ്വയം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം. അതായത് ഞാൻ ഓർക്കാം, ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന, അങ്ങനെയല്ല. നമുക്ക് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ മുന്തിരി വള്ളിയോട് ചേർന്നിരുന്നാൽ, നമ്മളൊരു കൊമ്പിനോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ഈ പഴം ഉണ്ടായെന്ന് വെക്കുമ്പോൾ കൊമ്പ് പറയും, എനിക്കറിയില്ല. അത് കൊമ്പ് ആകെ ചെയ്ത ബ്രാഞ്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ മരത്തിനോട് ചേർന്ന് നിന്നു, അതിൽ ബലം കായ്ക്കുമായിരുന്നു. ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വാക്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുവാണ് ഇന്ന് കേൾപ്പിച്ച കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. ഇതൊക്കെ ഒരു സാധാ കാര്യങ്ങൾ പോലെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ പ്രസാദമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ മോട്ടീവ് ഒക്കെ അത് തന്നെയായിരിക്കും. നമ്മുടെ പ്രത്യാശയും കർത്താവിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ദൈവം, പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ കരുനാഗപ്പള്ളിയിൽ വന്നൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയ നാളുകളാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ലാത്ത ദിവസങ്ങളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ദൈവം അതിനൊക്കെ എന്നെ പല കാര്യങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ഇവിടെ ആയിരുന്നതുകൊണ്ട്, സഭയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്ന ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നത് ഇത്രയും നാളൊക്കെ. ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മാറി നിന്ന ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. സന്ദീപ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരാനൊക്കെ എനിക്ക് കഴിഞ്ഞതൊക്കെ എനിക്ക് ഒത്തിരി ഉത്സാഹമായിരുന്നു. ഉണ്ടാവട്ടെ. ദൈവം കേൾപ്പിച്ച ദൈവവചനത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Ephesians 5:1-2. Be therefore followers of God as dear children, and walk in love, as Christ also has loved us and hath given himself for us, an offering and a sacrifice to God for a sweet smelling savor. ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തില് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു സൗരഭ്യമുള്ള വാസനയായിട്ട് ദൈവസന്നിധിയിൽ അത് മാറണം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ലെവിറ്റിക്കസിലൊക്കെ ദൈവം യാഗത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ എല്ലാം അത് എൻഡ് ചെയ്യുന്ന നോട്ട് എന്ന് പറയുന്ന ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് ആരോമ.
ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ, ഒരു ദുഷിപ്പുളവാക്കുന്ന അതല്ല, അത് മറിച്ച് ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായിട്ട് നമ്മളെ തന്നെ അർപ്പിക്കണം. അപ്പൊ ആ സ്വീറ്റ് സ്മെല്ലിംഗ് ആരോമയാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും ഒക്കെ നമുക്ക് പകരുവാനായിട്ട് കഴിയത്തുള്ളൂ. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞത് വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്. ദൈവത്തിന്റെ സന്നിധിയിൽ ബ്ലെയിംലെസ് ആയിട്ട് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ അത് തന്നെ. പക്ഷെ പിശാച് അതിനെതിരായിട്ടാണ് പിശാച് എപ്പോഴും നിൽക്കുന്നത്. നമ്മളെ എവിടെല്ലാം ചതിക്കുഴി വീഴ്ത്താനും നമ്മളെവിടെയൊക്കെ നമ്മളൊരു ബാഡ് സ്മെല്ല് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ടാണ് സൈറ്റൻ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് വോക്ക് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് യു വിൽ നോട്ട് ഫുൾഫിൽ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്നാ പറയുന്നത്. ആ വോക്ക് ഇൻ ദ സ്പിരിറ്റ്, കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തൊരു ജയജീവിതം നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള ഹിതം എന്ന് പറയുന്നത് വിധവന്മാരെ അവരുടെ സങ്കടം ചെന്ന് കാണുന്നതും നമുക്ക് ഈ ലോകത്തിന്റെ കറ പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ആ ഒരു ഹോളിനെസ്, ആ ഒരു വിശുദ്ധി, ബാഹ്യമായ ഹോളിനെസ് അല്ല, ബാഹ്യമായ ക്ലെൻലിനെസ് ദാറ്റ് ഈസ് ഓൾവേസ് നെസസറി, അത് വേണം. പക്ഷെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അകമയുള്ള ഒരു ഹോളിനെസ്. ആ ഒരു ഹോളിനെസ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധി സൗരഭ്യമുള്ള ഒരു വാസനയായിട്ട് തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതം ഇതുപോലെ തന്നെ എനിക്കും ചുറ്റുമുള്ളവർക്കും എൻ്റെ കർത്താവിനും സൗരഭ്യമുള്ള ഒരു ജീവിതമായി തീരുവാൻ, ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് ആയി തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അറിയാം, ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മിഷണറിമാരൊക്കെ, CMS മിഷണറിമാര്, അങ്ങനെ അനേകം മിഷണറിമാര്, അവരൊക്കെ അവരുടെ നല്ല നല്ല ജോലികളും അല്ലെങ്കിൽ വിദേശത്ത് അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരുടെ ആ കംഫർട്ട് സോൺ അതെല്ലാം വിട്ടിട്ടാണ് അവര് ഈ ക്ലൈമറ്റും എവറിത്തിങ്, ആ ഫുൾ സറൗണ്ടിങ്സ് അത് വിട്ടിട്ടാണ് അവരൊക്കെ ഈ നമ്മുടെ ഇടയിൽ വന്ന് സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. ഞാൻ ഓർക്കുന്ന, ഞാൻ പഠിച്ച ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂള്, അത് ബിഷപ്പ് മൂർ എന്നുള്ള EL മൂർ എന്ന എഡ്വേർഡ് ആൽഫ്രഡ് ലിവിങ്സ്റ്റൺ മൂർ, അദ്ദേഹം ആംഗ്ലിക്കൻ ചേർച്ചിന്റെ മെമ്പറായിരുന്നു. CMS മിഷണറി ആയിട്ട്, ചേർച്ച് മിഷണറി സൊസൈറ്റിയുടെ CMS മിഷണറി ആയിട്ട് അദ്ദേഹം ആദ്യം എനിക്കൊന്ന് തമിഴ്നാട്ടിലാണ് വന്നത്. അവിടുന്ന് പിന്നെ കേരളത്തിൽ വന്നു. അങ്ങനെ ആംഗ്ലിക്കൻ ചേർച്ചിന്റെ ട്രാവൻകൂർ കൊച്ചിൻ ഡയസ്, തിരുകൊച്ചി മഹായിടവ രൂപം കൊണ്ട് അതിലൊരു ബിഷപ്പായിട്ട് അദ്ദേഹം അവിടുന്ന് അതെല്ലാം വിട്ടിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം സുവിശേഷ വേല അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം ഈ മൺട്രോ തുരുത്ത്, ആ ഐലൻഡ്, അവിടെയൊക്കെ ബോട്ടിൽ കൂടെ മെഡിക്കൽ സർവീസ് നടത്തുമായിരുന്നു. അന്നത്തെ സമയത്ത് അന്നത്തെ പാവപ്പെട്ടവർക്ക് ഒന്നിനും ഒരു ആശ്രയമില്ലാതിരിക്കുന്ന സമയത്ത് ബോട്ടിൽ ഈ മെഡിക്കൽ സർവീസ് അതൊക്കെ നടത്തി ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, അതൊക്കെ ആ ദൈവസ്നേഹമാണ്. അതാരെയും ബോധിപ്പിക്കാനോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആരെയും കൺവേർട്ട് ചെയ്യാനൊന്നും അല്ല. ഇദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം മാസ് കൺവേർഷൻ എന്ന് വെച്ചാൽ ഈ മറ്റ് ഈ താഴ്ന്ന ജാതി അന്നത്തെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അതിൽ കൂടെ വരുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിക്കുക, അതിന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഒരു മാസ് കൺവേർഷന് തിരുമേനിയുടെ അടുത്ത് അന്ന് കുറെ ആൾക്കാർ വന്ന സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞ് ഹി വിൽ നോട്ട് അലൗ. ആന്തരികമായിട്ട് യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിഞ്ഞ് ഒരു കൺവേർഷൻ വരാതെ ഒരു നാമത്തിന് പേരിന് വേണ്ടിയുള്ള ഒരു എസ്കേപ്പിസിന് അത് അലൗ ചെയ്തില്ല. അത് മഹാത്മാഗാന്ധി പോലും അത് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ അവരുടെ ജീവിതം സൗരഭ്യമുള്ള വാസനയായിട്ടാണ് ദൈവത്തിന് അർപ്പിച്ചത്. അതുകൊണ്ടാണ് അനേകരെ നേടാനായിട്ടും ഒക്കെ യഥാർത്ഥമായ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, പക്ഷെ ശുശ്രൂഷിക്കുവാനായിട്ട് തന്നെ
ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒക്കെ ദൈവം നമുക്ക് തന്ന മിഷണറിമാർ, അവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ അതൊന്നും ഇന്നില്ല. അതൊക്കെ മങ്ങിപ്പോയി, അതൊക്കെ മാഞ്ഞു പോയി. ഇന്നിപ്പോ എല്ലാം ഒരു കോർപ്പറേറ്റ് വേൾഡും പൈസയും കാര്യങ്ങളും അതെല്ലാം മിഷൻസ്, ആ വിഷൻസ് അതെല്ലാം വരുമ്പോൾ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് കയറണേൽ, അല്ലെ ഒരു കോളേജ് പ്രൊഫസറായിട്ട് കയറണ ഇന്ന് ലക്ഷങ്ങൾ കൊടുക്കണം. അത് മാനേജ്മെന്റ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കയറുന്നത്. പക്ഷെ നമ്മൾ പണ്ടത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഓർത്ത് നോക്കിയാൽ അവരൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്കൊരു വൊക്കേഷനാണ്, ആ ഒരു വിളിയാണ്, ആ ഒരു വിളിയുടെ പുറത്താണ് അവർ ആ ഒരു ടീച്ചർ. അതുകൊണ്ടൊക്കെ അവരുടെ പഠിപ്പിക്കുന്നതാണ് അതൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ള ടീച്ചിങ്സ്. ഇന്ന് കാശ് കൊടുത്ത് കയറുന്നു, വേണേ പഠിപ്പിച്ച് വേണേ, ആ ഒരു ഇതിലേക്കാണ് മാറുന്നത്. പക്ഷെ അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ സൗരഭ്യമുള്ള വാസനയായിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളായിട്ട് തീരുമ്പോൾ നമുക്ക് ചുറ്റുപാടുള്ളവർക്കൊക്കെ ആ ഒരു ആ, ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഞാനും ആഗ്രഹിക്കുന്നു ദൈവം തന്നെ ഈ ആയുസ് ദൈവത്തിനായി ജീവിക്കുവാനും ഒരു ഫ്രൂട്ട്ഫുൾ ലിവിങ്, എൻ്റെ ജീവിതവും ഒരു മറ്റുള്ളവർക്ക് കർത്താവിന് സൗരഭ്യമുള്ള ഒരു വാസനയായിട്ട് തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം കളിപ്പിച്ച വനത്തെ നന്ദി പറയുന്നത്. നമ്മൾ കേട്ടത് എഫേസ്യർ 5 ഒന്ന് രണ്ട് വാക്യങ്ങളാണ്. അതിനകത്ത് അതും തന്നെ ദൈവത്തെ അനുകരിക്കുവിൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തെ സംബന്ധിച്ചോട് ഈ യൂത്ത് ബേസിന് കുറെ സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസിനെയൊക്കെ അനുകരിക്കാനാണ്, ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഇത്. എന്നുവെച്ചാൽ അവരെ പോലെ മുടി വെട്ടാനും അവരെ പോലെ ഡ്രസ്സ് ധരിക്കാനും ആണ്. കാരണം ഞാൻ അങ്ങനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവരിപ്പോൾ ചോദിക്കും, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലുക്ക് ഡിപ്പെൻസിലല്ല ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു യേശുവിന്റെ സ്വഭാവം നമുക്ക് വേണ്ടി. രണ്ടാം വാക്യത്തില് ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുന്നു. ആ ഒരു സാക്രിഫൈസ് നമുക്ക് വേണ്ടി യേശു ചെയ്തു. അപ്പം ഇതറിയാത്തവരോട് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു യേശുവിന്റെ സ്നേഹത്തിൽ നമ്മളിലൂടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൽ നടക്കുക, ലൈഫ് സ്റ്റൈൽ ഓഫ് ലവ്. നമ്മള് അഹങ്കാരമില്ലാതെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹായിക്കാനും, പിന്നെ ബാക്കിയുള്ളവരോട് ആ പക നമുക്ക് ആരോടെങ്കിലും നമുക്ക് ദേഷ്യം കൊണ്ട് നമ്മളൊരു ഈഗോ ആയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. അപ്പൊ അതൊന്നും കാണിക്കാതെ നമ്മൾ ഈ ആ ഒരു യേശുവിന്റെ സ്വഭാവം നമ്മളിലൂടെ തന്നെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹം എന്നിലൂടെ യേശുവിന്റെ സ്നേഹം എന്നിലൂടെ ബാക്കിയുള്ളവർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു.